ഇതൊരു പഴയ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ പോർച്ചിന് വേണ്ടിയിട്ട് GI പൈപ്പും അതുപോലെ തന്നെ മൾട്ടിവുഡും യൂസ് ചെയ്തിട്ട് ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു തട്ടടിച്ചതുപോലെയുള്ള ഫീലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റേ പോയിട്ടുള്ളതൊക്കെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ രീതിയിൽ വിനീർ ടച്ചിൽ അല്ലെങ്കിൽ ഒരു തേക്കിൻ്റെ ഒരു ചെറിയ ഫീലിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഡോറും അതിൻ്റെ വിൻഡോയുടെ ഫ്രണ്ടും മാത്രം ഒരു വുഡിൻ്റെ കളർ ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് ഏത് കളറാണ് ബേസ് അടിക്കുന്നതെന്ന്. ബേസ് അടിക്കുന്നത് ഇതിന് NC പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കൊരിക്കലും ഒരു പെയിൻറ്റിനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം NC പെയിൻറ്റിൽ ഒരുപാട് കമ്പനിയുടെ പെയിൻറ്റുകളുണ്ട്. പലതും ഒരു കമ്പനിയുടെ പെയിൻറ്റ് തന്നെ 2ഉം 3ഉം കളറുകളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കളറുകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഡൂറോത്തിൻ എന്ന് പറയുന്ന പെയിൻ്റ് ഉണ്ട്. അപ്പോൾ പലരും പല പെയിൻ്റാവും അടിച്ചിട്ടുണ്ടായിരിക്കുക. ചിലർ സർഫേസറിൽ കളർ ചേർത്തിട്ടാവും അടിച്ചിട്ടുണ്ടാവുക, ചിലർ യെല്ലോ അപ്പോക്സിയാവും അടിച്ചിട്ടുണ്ടാവുക, ചിലർ സിങ്ക്രോമാറ്റാവും അടിച്ചിട്ടുണ്ടാവുക, ചിലർ ഇനാമലാവും അടിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് ബേസുകൾ. പക്ഷേ ബേസ് ഏതായാലും നമുക്ക് എന്താണോ വരച്ച് വയ്ക്കാൻ പറ്റുക അതിൻ്റെ മുകളിൽ നമ്മൾ വരയ്ക്കുന്ന കളറുകളിൽ വ്യത്യാസം വരുത്തിയിട്ട് ആവശ്യമുള്ള രീതിയിൽ ആ ഒരു കളറിലോട്ട് ബേസിൻ്റെ യെല്ലോയോ അതല്ലെങ്കിൽ റെഡൊക്കെ നോക്കിയിട്ട് നമ്മൾ വരച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ ജനൽപ്പാളി ഒറിജിനലായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഫ്രെയിം സിമെൻറ്റോ അതല്ലെങ്കിൽ ഇരുമ്പൊക്കെ ആയിരിക്കും. പക്ഷേ അതിൽ ഡാർക്കായിട്ടുള്ള കളർ അടിച്ച് വയ്ക്കും, എന്നിട്ട് ഇത് മാച്ച് ആക്കണമെന്ന് പറയും. അതൊരിക്കലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.